ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. വെറൈറ്റി ആയിട്ട് വരുന്ന ഒത്തിരി റോസസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ടൈപ്പ് റോസസ്സാണ്. ഏറിയാൽ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമേ ഒരു ലോഡിൽ വരാറുള്ളൂ. അങ്ങനത്തെ വെറൈറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ലോഡാണ് കേട്ടോ ഇന്നത്തത്. ലോഡല്ല, വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് നിസ്തോ ഫ്ലമിംഗോ ആണ്. രണ്ടാമതായിട്ട് ഓറഞ്ച് ഫെയറി റോസാണ്. ഇതിനെ ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് ഇതിൻ്റെ നമ്മൾ വളരെ കുറച്ച് തൈകൾ മാത്രമേ, വിരലിലെണ്ണാവുന്ന തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് അയച്ചു തരുന്നത്. ഓറഞ്ച് ഓർക്കിഡ് റോസ്, നമ്മുടെ റെഡ് ഓർക്കിഡ് റോസ് അല്ലേ, റെഡ് ഫെയറി, അതുപോലെ തന്നെ അതിൻ്റെ ഓറഞ്ചാണ് കേട്ടോ വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ തനി നാടൻ മഞ്ഞ സുന്ദരിയാണ്. ഇതാണ് ആൾ. ഇതും നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. നാടൻ യെല്ലോ ആണ് കേട്ടോ. നാടൻ യെല്ലോ ആണ്, അടിപൊളിയാണ്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ തമിഴ്നാട് ഏരിയയിലേക്ക് കണ്ടുവരുന്നൊരു പ്ലാന്റാണ്. നമ്മുടെ കേരളത്തിൽ അധികം ഇല്ല. ഒത്തിരി പേരുടെ കയ്യിലൊന്നും ഈ പ്ലാന്റ്സ് എത്തിച്ചേരാനും മാർഗ്ഗമില്ല. കാരണം പിടിച്ച് കിട്ടാനും നമ്മുടെ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാനും ഇച്ചിരി പാടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടിട്ട് നിൽക്കാത്തൊരു വെറൈറ്റിയാണ് ഈ റോസ് എന്ന് പറയുന്നത്. പെർഫ്യൂം റോസാണ്. അടിപൊളി സുഗന്ധമാണ് കേട്ടോ. സെൻറ്റഡ് റോസാണ്, പെർഫ്യൂം റോസല്ല, സെൻറ്റഡ് റോസാണ്. അപാര സുഗന്ധമാണ്. നമ്മുടെ പനിനീർ റോസ് എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി സുഗന്ധം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കളർ കൊണ്ടിട്ടായാലും ലീഫിൻ്റെ കളറായാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ലീഫിൻ്റെ കളറൊക്കെ ഒരു കപ്പപ്പഴ കളറല്ലേ, അതേപോലെ ഒരു കളറാണ്. പൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അടിപൊളി ഫ്ലവറാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവറിങ് ആവുന്നതാണ്, നിറയെ പൂക്കും. ഇപ്പം നാടൻ റോസ് അല്ല ഇത്, എന്നിരുന്നാൽ പോലും നാടനെ പോലെ തന്നെ നിന്ന് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് ഈ സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളി വെറൈറ്റിയാണ്. പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവർ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പെർഫ്യൂം റോസൊന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. അടുത്തതായിട്ടൊരു റെഡ് ക്രീപ്പറാണ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന റെഡ് എന്ന് പറയുമ്പോൾ ചെറിയ പൂക്കളുള്ള റെഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു മീഡിയം സൈസാണ്. ഇതിൻ്റെ വലിയ പൂക്കളുള്ള റെഡ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിനൊരു മീഡിയം സൈസ് ക്രീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു മീഡിയം സൈസ് ഫ്ലവറാണ്. ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സാണ് നമുക്ക് അയച്ചു തരാനായിട്ടുള്ളത്. തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഫ്ലവറിങ്ങോട് കൂടിയ പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ സാധാ റെഡ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പമുണ്ട്. പിന്നെ ഒരു ഗാർഡൻ ആയാൽ വെച്ചേക്കേണ്ട ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കാശ്മീരി റോസ് എന്ന് പറയുന്നത്. കാരണം പൂക്കളുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കാണിക്കാറില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ ഒരു കാശ്മീരി നാടൻ റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കമ്പ് വെച്ച് കഴിഞ്ഞാലും പിടിപ്പിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര തൈകൾ വേണോ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രമാത്രം വേര് പിടിച്ച് കിട്ടുന്ന ഒരു തൈ കൂടെയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്, ഡീല മാൽമേസൺ ആണ്. ഇതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു റോസാണ് കേട്ടോ. ഡീല മാൽമേസൻ്റെത് ഒത്തിരി റെയർ ആയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, റെയറിൽ കൂടുതൽ വരുന്നത് ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ്. നമുക്ക് ബഡ് ചെയ്ത പ്ലാന്റ്സ് ചിലപ്പോൾ 1-2 ഒക്കെ നമ്മുടെ ഒരു ലോഡിൽ വരും. പക്ഷേ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. നമ്മുടെ കയ്യിലുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. അടുത്തതായിട്ട് ബോണിക്ക 82 ആണ്. ബോണിക്ക 82 ആണ്. ഇതിന് ആരാധന റോസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുമ്പൊരു നഴ്സറിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആരാധന റോസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബോണിക്ക 82 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ ഏകദേശം വാടിക്കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. ഒരൊറ്റ ഫ്ലവർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഇതിന് നമ്മുടെ കാശ്മീരി റോസിൻ്റെ കൂട്ട് തന്നെയാണ്. നിറയെ പൂക്കൾ തരുക മാത്രമല്ല, കമ്പ് വെച്ച് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ആരാധന റോസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സെയിൽ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ID ബോണിക്ക 82 എന്നാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ സുഗന്ധത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ആളാണ് പനിനീർ റോസ്. നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് കോമൺ ആയിട്ട് കണ്ടുകൊണ്ട് വന്നിരുന്ന റോസാണ് പനിനീർ റോസ്. ഒത്തിരി പേര് പരാതി പറയാറുണ്ട്, ഇതിൻ്റെ തൈ വെച്ചാൽ കിട്ടുന്നില്ല, തൈ ആക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണെന്ന്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. തൈ വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പിടിച്ച് കിട്ടാത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ്. നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി 10 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-2 പ്ലാന്റ് ആയിരിക്കും നമുക്ക് ആകെ തളിര് വന്ന് കിട്ടുന്നത്, ഒന്ന് പിടിച്ച് കിട്ടുന്നത്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്, പിങ്ക് ഫെയറി ആണ് കേട്ടോ. പിങ്ക് ഫെയറി എല്ലാവർക്കും അറിയാമായിരിക്കും. കാണാൻ തന്നെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പൊക്കളോടുള്ള പിങ്ക് ഫെയറി.
പിങ്ക് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഓർക്കിഡ് റോസ് വെറൈറ്റിയിൽ വരുന്നതല്ല. അതിൻ്റെ പൂക്കളൊക്കെ ഏകദേശം കുഞ്ഞു മിനിയേച്ചർ ടൈപ്പ് പൂവാണ്. അതിൻ്റെ മൊട്ടൊക്കെ കണ്ടില്ല, അടിങ്ങി വരുന്ന മൊട്ടുകളാണ്, നിറയെ പൂക്കൂട്ട. എന്താ കൊലകുത്തി പൂക്കുക എന്ന് പറയില്ല, അങ്ങനെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് ദ ഫെയറി പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി. അടിപൊളിയാണ് കാണാനായാലും. അതിൻ്റെ എന്താ ആ ഒരു പ്ലാന്റ് മൊത്തത്തിലെടുത്താൽ തന്നെ ഒരു ആനച്ചന്തം എന്ന് പറയാൻ പറ്റും, അങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ദേ ഈ ഒരു റോസാണ്. ഇത് ഇപ്പം നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് വന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഹെറോഗേറ്റ് എന്നാണ് ID. ഇതിൻ്റെ പൂക്കളെന്ന് പറയുമ്പോൾ പല തരത്തിൽ ഫ്ലവറിങ് ആവുന്നുണ്ട്, വലുതായിട്ടും ചെറുതായിട്ടും. പിന്നെ കളർ പകുതി ഒരു ഓറഞ്ച് ഷെയ്ഡും പകുതി യെല്ലോ ഷെയ്ഡും, ഫുള്ളായിട്ട് ഓറഞ്ചും ഫുള്ളായിട്ട് യെല്ലോയും ഒക്കെ ആയിട്ട് അങ്ങനെ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ തന്നെ ഫ്ലവറിങ് ആവുമോ എന്നുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ 2 പ്ലാന്റ് ഏകദേശം സെയിം ആയിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ഫ്ലവർ കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നും, കാരണം അത്രയും എന്താ വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. പക്ഷേ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് ആകെ കുറച്ച് ആ ഒരു ഏറ്റവും അറ്റത്തെ പെറ്റൽസിൽ മാത്രം, ഏറ്റവും അടിയിലത്തെ ലെയറിൽ മാത്രം ഒരു റെഡ് ഷെയ്ഡ് കാണുന്നുണ്ട്. വലിയ പൂക്കളാണ്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഓൺ റൂട്ടഡ് അല്ല, ബഡ്ഡിങ് ആണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഓൺ റൂട്ടഡ് എങ്ങനെ ഫ്ലവറിങ് ആവുന്നു അതുപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. താങ്ക്